നമസ്കാരം. പാട്ടിൽ നിന്ന് മനസ്സിലായല്ലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മന്ദാരത്തിനെയാണ്. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിസാൽപിനിയേസിയ ഫാമിലിയിൽപ്പെടുന്ന മന്ദാരത്തിൻ്റെ ശാസ്ത്രീയ നാമം ബൊഹീനിയ വാരിഗേറ്റ എന്നാണ്. ഇന്ത്യയിലുടനീളം കാണപ്പെടുന്ന മന്ദാരത്തിന് ധാരാളം ഇലകളും ശാഖകളും ഉണ്ട്. ഇലകൾക്ക് കോണേറ്റ് ഷേപ്പാണ്. പൂക്കളുടെ നിറമനുസരിച്ച് പലതരം മന്ദാരങ്ങളുണ്ട്. മഞ്ഞ മന്ദാരം, വെള്ള മന്ദാരം, ചുവന്ന മന്ദാരം എന്നിങ്ങനെ. കാഞ്ചനാരം, കോവിതാരം എന്നെല്ലാമാണ് സംസ്കൃതത്തിൽ മന്ദാരത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഇവയുടെ വേരുകളും പുറം തൊലിയുമാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. മന്ദാരത്തിൻ്റെ വിവിധ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. മന്ദാരത്തിൻ്റെ ഒരു പ്രകൃതിദത്തമായ ഒരു അത്ഭുത പ്രതിഭാസമുണ്ട്. ഈ മന്ദാരത്തിൻ്റെ ഇല, ആ പരന്ന ഇല മനുഷ്യ ശരീരത്തിലെ ഈ തൈറോയിഡ് ഗ്രന്ഥി ഏകദേശം ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഈ തൈറോയിഡ് ഗ്രന്ഥി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഈ മന്ദാരം, കാഞ്ചനാരം എന്നാണ് അതിന് പേര്, അതിന് വളരെ ഗുണമുള്ളതാണ്. അപ്പോൾ ഈ കാഞ്ചനാര ഗുൽഗുലു ഈ തൈറോയിഡിന് കൊടുക്കാവുന്ന ഒരു അത്ഭുത ചെടിയാണ്. അതുപോലെ മന്ദാരത്തിൻ്റെ ഈ സ്വരസം എടുത്തിട്ട് 2 നേരം തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി വീക്കം, അതുപോലെ തൈറോയിഡിൻ്റെ ആധിക്യം കുറവുണ്ടാകുന്നതിനെല്ലാം സമായിട്ട് കൊണ്ടുവരും. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല എടുത്ത് ഇടിച്ച് നീരെടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് പരട്ടും. അപ്പോൾ അതിനും കുറവുണ്ടാകും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം, ഇതൊരു കഫശമനമാണ്. അപ്പോൾ ഈ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന ഈ മുഴ, അതുപോലെ മറ്റുള്ള ആന്തരികമായിട്ടുണ്ടാകുന്ന മുഴയ്ക്കും ഈ മന്ദാരം അകത്തേക്ക് നമ്മൾ സ്വരസമായിട്ട് കൊടുക്കാം. അതുപോലെ ഈ ചില സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ രക്തം പോക്ക് ഉണ്ടാകുന്ന ഈ ഗർഭാശയത്തിൽ മുഴയുണ്ടായിട്ടാണ്. അപ്പോൾ അത്യധികമായി ഈ രക്തം പോകുന്നുണ്ടെങ്കിൽ ഈ മന്ദാരത്തിൻ്റെ ഈ സ്വരസം എടുത്തിട്ട് അതിൽ തേൻ ചേർത്തിട്ട് ചിലപ്പോൾ വളഭസ്മം അങ്ങനെ 2-3 മരുന്നും കൂടി ചേർക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രക്തം പോക്ക് അവിടെ നിൽക്കുന്നതാണ്. അങ്ങനെയാണ് മന്ദാരത്തിൻ്റെ വളരെ നല്ല ഫലപ്രദമായ ഒരു ചെടിയാണ്.